നമസ്കാരം. ഒരു സ്ഥാനാർത്ഥി പോലുമില്ല. പക്ഷേ ഈ മണ്ഡലത്തിൽ ബി.ജെ.പിക്കുള്ള പ്രതീക്ഷകൾ വളരെ ഉയരത്തിലാണ്. മറ്റെങ്ങുമല്ല, ബാരാമുള്ളയിലാണ് ബി.ജെ.പി ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളക്കെതിരെ മത്സരിക്കുന്ന ജമ്മു കാശ്മീർ പീപ്പിൾസ് പാർട്ടി അഥവാ JKPC സ്ഥാനാർത്ഥിയായ സജാദ് ഖാനിയിലൂടെയാണ് ബാരാമുള്ളയിൽ ബി.ജെ.പി നേട്ടം സ്വപ്നം കാണുന്നത്. സജാദ് മാത്രമല്ല, അപ്നി പാർട്ടിയുടെ നേതാവായ അൽതാഫ് ബുഖാരി തുടങ്ങിയവരിലൂടെ ഇവിടെ കൃത്യമായ ഒരു ഇടം കണ്ടെത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ബാരാമുള്ളയിൽ ബി.ജെ.പിക്കുള്ളത്. സഖ്യകക്ഷികളുടെ നിശബ്ദമായ പിന്തുണയോടുകൂടി ബാരാമുള്ള മണ്ഡലത്തിൽ വിജയം ഉറപ്പാക്കാൻ തന്നെയാണ് ബി.ജെ.പി ശ്രമിച്ചിരുന്നത്. ബുഖാരിയും സജാദും ഇതിനോടകം തന്നെ നരേന്ദ്രമോദിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. 5ാം ഘട്ട വോട്ടെടുപ്പിനൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാരാമുള്ളയിലെ ശക്തമായ പോളിംഗിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥി പോലും മത്സരരംഗത്തില്ലാത്ത ഈ മണ്ഡലത്തെ മോദി അഭിനന്ദിച്ചു. അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ജമ്മു കാശ്മീരിൽ ചെറു പാർട്ടികളെ കൂടെ കൂട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലടക്കം നേട്ടം കൊയ്ത ഒരു ചരിത്രം ബി.ജെ.പിക്ക് ഉണ്ട് താനും. ഇതേ നീക്കം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി പയറ്റുന്നത്. സജാദ് ഖാനിക്ക് ഉറപ്പായും വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെയുള്ള വീടുകൾ കയറി ഇറങ്ങിയത് JKPCയുടെ പ്രവർത്തകരായിരുന്നില്ല, മറിച്ച് ബി.ജെ.പി പ്രവർത്തകരായിരുന്നു. പരോക്ഷമായി സഖ്യകക്ഷികളെ ഒപ്പം നിർത്തിക്കൊണ്ട് തന്നെയാണ് ജമ്മു കാശ്മീരിൽ ബി.ജെ.പി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.